അംബികയിൽ ചോറുണ്ണാൻ പോകുന്ന രണ്ടാൾക്കാരല്ല വരാ. ഞാൻ അവിടെ പോകുന്നുണ്ട്, തിന്നാനായിട്ട് പോകുന്ന ഒരാള്. പച്ചേട്ടാ ഞാനും ഓളും കൂടെ ഒരുമിച്ച് അംബികയിൽ ചോറുന്നാൻ വേണ്ടി മാത്രം പോവാണ്. ഇവിടെ ഒറ്റ ഒരാൾ കാരണം മാത്രമാണ് പോകുന്നത്. ഇവർക്ക് അംബികയിൽ ചോറുന്നാലേ ഇറങ്ങൂലെ. എന്തെങ്കിലും ആഗ്രഹിച്ചാ ഞാൻ നടത്തണം. അപ്പൊ അംബികയിൽ നിന്ന് ചോറുന്നാന്ന് വിചാരിച്ചു. അംബികയിൽ നിന്ന് ചോറ് തിന്നാൻ എനിക്ക് കാരണം ഡോക്ടറെ അടുത്ത് ഓടുന്നു പറഞ്ഞു. വെയിറ്റ് ആയില്ലേ? വെയിറ്റ് കഴിഞ്ഞ് ചോറുണ്ണാൻ വേണ്ടിയിട്ട് പല പല തരികിടകളും ഞാൻ ഇറക്കും. ആ തരികിടകളൊക്കെ വിശ്വസിച്ച് എൻ്റെ കൂടെ പോരുന്ന ഒരാൾ, അങ്ങനെ വേണം നമ്മൾ പറയാൻ. കാണിക്കാൻ ഡേറ്റൊന്നും ആയിട്ടില്ല, ഇനിയുണ്ട് സമയം. പക്ഷേ എനിക്കൊരാഗ്രഹം അംബികയിൽ നിന്ന് ചോറുണ്ണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ വെറുതിരിക്കല്ലേ, ഒന്ന് അംബികയെ തെറ്റോളം പോയിട്ട് ചോറുന്നിട്ട് വരികയാണ്. പിന്നെ ഒന്ന് ബിക്രയിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടതാണ്. അതിനെക്കാട്ടും നല്ല ഇപ്പം തന്നെ അത് കാണിച്ചാൽ പോരെ. അപ്പോൾ അതും അങ്ങ് നടക്കും. എല്ലാം കൂടി വിചാരിച്ചിട്ട് പോവാണ്. ചേട്ടാ മീനാ അംബികയെന്ന് ചോറ് കഴിച്ചു. വലിയ പോയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇനിയും എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ സൈഡായി. ഇനി നേരെ ഡോക്ടറെ ഒന്ന് കാണിക്കട്ടെ. ഏതായാലും ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു. എൻ്റെ കൂട്ടത്ത് തലവേദന വന്നത്, കണ്ണൊക്കെ ഇറുകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണിച്ചാളട്ടെ എന്താ പറയുന്നതെന്ന്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പം കുടിക്കാനൊരു ഗുളിക തന്നു തലവേദനയ്ക്ക്. തലവേദനയായിട്ട് കണ്ണൊക്കെ കുറേ ആയി എനിക്ക് വേദന വരാതിരുന്നിട്ട് 10-15 ദിവസമായി. അങ്ങനെ പറഞ്ഞു. ഗുളിക കുടിക്കാനുണ്ട്. അവിടെ വെള്ളമില്ലല്ലോ. വിലക്കുറവൊന്ന് കയറി വെക്കുക. ഷോപ്പ് ഒഴിവാക്കുന്നു, പകുതി വിലക്ക്. എന്താന്ന് നോക്കട്ടെ. തള്ളൻ അവിടെ ഒരു ഷോപ്പില് ഏതെടുത്താലും പകുതി വില. ഇതിലും വലിയ വിലക്കുറവ് സ്വപ്നങ്ങളിൽ മാത്രം. അവിടെ ചെന്ന് നോക്കുമ്പോൾ സെലക്റ്റഡ് ഐറ്റംസിനാണ്. എല്ലാത്തിനും 1000, 2000, 3000. എന്നിട്ട് പേര് പകുതി വില എന്നു. അതിനൊന്നുമില്ല ഓഫർ. സെലക്റ്റഡ് ഐറ്റംസിലാണ്. അവിടെ ബോർഡ് എഴുതി വെച്ചത് എല്ലാ വസ്ത്രങ്ങളും ആ പകുതി വിലക്ക് കട കാലിയാക്കുന്നു. എന്താ അല്ലേ? നമുക്ക് ഇന്നാൾ വാങ്ങിയ ചുരിദാർ വാങ്ങിയെടുത്തൊന്ന് കയറി വെക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്
ചുരിദാറാണ്. ഞാൻ ഇതുവരെ ഇട്ടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഗൈസ് കോടതിയിൽ വന്നതാണ്. ഒരു പേപ്പർ കിട്ടാനുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടാ. കിട്ടി. അപ്പം അങ്ങനെ അത് കിട്ടി. ഒരുപാട് സന്തോഷം. എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടാറ്റാ, ബൈ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, ഒരു ഉറക്കം ഉറങ്ങി. എനിക്ക് ഇന്നലെ ഉറക്കം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല, തലവേദനയായിട്ട്. അപ്പോൾ പിന്നെ ഡോക്ടർ ഒന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എഴുന്നേറ്റു. മധുരമില്ലാത്ത കട്ടൻ. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കോടതിയിലേക്കാണ് പോയത്. എനിക്കൊരു പേപ്പർ വാങ്ങാനുണ്ടായിരുന്നു. എന്നെ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും കുറ്റം പറയുന്നവരും കല്ലെറിയുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആ കല്ല് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ബാക്കിയൊക്കെ സ്ക്രീനിൽ കണ്ടോളൂ. നമ്മൾ പറഞ്ഞിട്ട് വലുതാക്കേണ്ട ആവശ്യമില്ല. എന്നെ എറിഞ്ഞ കല്ലുകളെല്ലാം തിരിച്ച് നിങ്ങളുടെ നേർക്ക് വരുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പം അങ്ങനെയാണ് ചായക്ക് കൂട്ടാൻ ഡോണറ്റ്. ഞാനൊന്നും പിന്നെ ശരിയാക്കാം. അന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ.